മഴത്തുള്ളിയായി നാം ഇലത്താളിനുള്ളിൽ നീ തോർന്നു നിൽക്കുമ്പോൾ ഒരു സൂര്യനെ പോൽ അവൻ എന്റെ ഉള്ളിൽ പൊൻപീലി നീട്ടി വന്നു. വിരലൊന്നു തഴുകുമ്പോൾ ഇടം കണ്ണു തൊടിച്ചെന്റെ ഇടനെഞ്ചിലെന്തോ തുളുമ്പി. പൂത്തിരി വീണം മുന്തിരി വള്ളിയിലൂഞ്ഞാൽ വീണം. ഒത്തിരി ഒത്തിരി സ്വപ്നം വേണം, സ്വപ്നം കൊണ്ടൊരു സ്വർഗം വേണം. ഗുജറാത്തി 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 കാൽത്തള കെട്ടിയ മലയാളി പെണ്ണാണ് ഞാൻ. പഞ്ചാബി 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 ലഞ്ചി കൊഞ്ചും മണവാട്ടി പെണ്ണാണ് ഞാൻ. മയിലാട്ടത്തിൽ കരകാട്ടത്തിൽ ഈ കൊലസിന് തഞ്ചം പോരടി പഞ്ചാര പൂങ്കുയിലേ. യാരേ ഹന ചേച്ചി സൂപ്പർ. താങ്ക് യു. ഇപ്രാവശ്യം തകർത്തല്ലോ. താങ്ക് യു ചേച്ചി. കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായില്ലല്ലോ ഇത്തവണ. ഇല്ല. നന്നായി പാടിയല്ലോ. നല്ല കോസ്റ്റ്യൂം. താങ്ക് യു ചേച്ചി. ഡാൻസ് സൂപ്പർ ആയിരുന്നു. താങ്ക് യു ചേച്ചി. എന്താ ഒരു സുഖമില്ലാത്ത? നല്ലത് പറഞ്ഞപ്പോ നന്ദി പറഞ്ഞു. നല്ലത് പറഞ്ഞാൽ നന്ദി പറയാം. പക്ഷെ ഹാന ഇങ്ങനെയല്ലല്ലോ പറയാറ്. അല്ലേ? അല്ല അല്ല ഇങ്ങനല്ല. അനെ എനിക്കൊരു സംശയം ഉണ്ടടാ. ആ ഇപ്പൊ പാട്ട് പാടുമ്പോൾ പാടി, ആ. നമുക്കത് സമ്മതിക്കാതിരിക്കാൻ വയ്യ, പാടി. പക്ഷെ അത് നമ്മുടെ MG അണ്ണൻ ഉൾക്കൊള്ളാൻ പറ്റിയോ എന്നുള്ള ഒരു ഡൗട്ട്. ഒന്ന് ചോദിച്ചോ, അതാ എന്റെ നല്ലത്. പാട്ട് ഇഷ്ടമായോ? സാർ എന്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു മോളെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പാടിയിട്ടുണ്ട് മോള്. നല്ല ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പാട്ട് നമ്മൾ എളുപ്പത്തിൽ പാടി തീർക്കാൻ പറ്റുന്നതല്ല. കാരണം ഒരുപാട് സ്വരങ്ങളുണ്ട്, പിന്നെ ഇത്തിരി പ്രയാസമാണ്. കുറച്ച് സ്ഥലത്തൊക്കെ മോക്ക് പോയിട്ടുണ്ട്, കുറെ സ്ഥലങ്ങളൊക്കെ അതിമനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. അല്ലേ? അതല്ലേ അതിന്റെ സത്യം? ആ ആണോ? അല്ലേ? അതോ ആണോ? ആണ്. അല്ലേ? ആണ് സാർ. ആണ്. അപ്പൊ എവിടൊക്കെയാണ് പോയെന്ന് സ്വന്തമായിട്ട് പറയാൻ പറ്റൂ? എടുത്തു പറയേണ്ടത് ആ അതെ, എടുത്തു പറയണ്ടേ. ഇങ്ങനെ പറയൂ. എടുത്ത് പറഞ്ഞോ. പറയേണ്ട കാര്യം അതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഹമ്മിങ് ആണ്. ഏത് പോയതിന്റെ ഹൈലൈറ്റ്? ഏതിന്റെ ഹൈലൈറ്റ്? ഏത് പാട്ട്? ആ ഇപ്പൊ ഏകദേശം അതിന്റെ റൂട്ടിൽ വന്നു. ഞാൻ എടുത്തോണ്ടിരിക്കുക. പറ. സാർ താഴ്ത്തി വെച്ചോ. ആ ശരി. ഞാൻ ഹന പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഹനാനെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ ഞാൻ ഹുനാനെ പറഞ്ഞോളൂ. അത് അതൊരെണ്ണം. അത് ദാദരതി ആ ഒരു സാധനം അത് പോയി. പിന്നെ ലാസ്റ്റില് എന്റെ ഒരു ഹമ്മിങ് ഉണ്ടായിരുന്നു. അതോ? അത് ശരിക്കും അത് ഞാൻ നല്ലപോലെ പഠിച്ചു വന്നായിരുന്നു. പക്ഷെ അത് പക്ഷെ ഇവിടെ അത്രത്തോളം എത്തിക്കാൻ പറ്റിയില്ല. ഭയങ്കര ഡ്രൈ ആയിപ്പോയി. അത്രേ ഉള്ളു. പിന്നെ ഈ എന്തോ കരകാട്ടത്തിൽ അത് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ആ ഇപ്പൊ വന്ന് വീണു. അതുപോലെ അനുപല്ലവിയിലും ചരണത്തിലെ ഒരു പ്ലേസ് ഉണ്ടായിരുന്നു, സ്വപ്നം. അവിടെ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. പിന്നെ അക്ഷരങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സ്ഫുടം ചെയ്തെടുക്കണം. സ്ഫുടം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കുറച്ചുകൂടെ പോളിഷ് ചെയ്ത്. എന്നിട്ട് പോളിഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതായത് ഇതിന്റെ വരികളുണ്ടല്ലോ,
ആടാനൊരുങ്ങുമ്പോൾ എനിക്കിന്ന് മുന്നിൽ അലങ്കാര പൂപ്പന്തൽ. പറഞ്ഞേ. ആടാനൊരുങ്ങുമ്പോൾ ഒരുങ്ങുമ്പോൾ ആ എനിക്കിന്നു മുന്നിൽ ആ അലങ്കാര പൂപ്പന്തൽ. കറക്റ്റ്. അടുത്തത് കാലൊന്നനങ്ങുമ്പോൾ അങ്ങനല്ല, കാലൊന്നനങ്ങുമ്പോൾ ഒരു കാല് മാത്രം കാലൊന്നനങ്ങുമ്പോൾ ആ മലർ തേരിറങ്ങും അയ്യോ അത്രയും വേണ്ട. തേരിറങ്ങും അനുരാഗ പൂത്തിങ്കൾ. എന്തിനാ ചെറുതാക്കുന്നേ? പൂവിനെ ചെറുതാക്കണ്ട. അനുരാഗ പൂത്തിങ്കൾ നിൽക്കാത്ത വേളയിൽ എങ്കിൽ ശരി നിലയ്ക്ക. നീ അല്ലേ എഴുതുന്ന ഇത്? അങ്ങനല്ലേ എനിക്ക് വായിക്കാൻ പറ്റൂ. ആ നിലയ്ക്കാത്ത വേളയിൽ നിലയ്ക്കാത്ത വേളയിൽ നടനം തുടങ്ങുമ്പോൾ ആ ഇനിയൊന്നു കൂടാമോ. ആ അങ്ങനൊക്കെയാണ് വരുന്നത്. മേന്നാണ് എഴുതിയിരിക്കുന്നത്. കൂടാ മോന്നാണോ മേന്നാണോ? ആ എനിക്ക് മോ എന്തായാലും മോങ്ങണ്ട കേട്ടോ. പിന്നെ അത്തർ വേണം, ഇത്തർ വേണം, പത്തരമാറ്റിന് പൊന്നും വേണം, പുത്തര ഇങ്ങനെ ഇത്തിരി കിടക്കാണ്. അതിനൊരു ക്ലാരിറ്റി വേണം, അത്രേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സൂപ്പറായിരുന്നു. പിന്നെ അതിന്റെ ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ കാണിച്ചത് അതിമധുരം. ഇത് കൂടുതൽ ഞാൻ വല്ലതും പറയണോ? ഇത്ര മതിയോ? പിന്നെ ഡ്രസ് സൂപ്പർ, നല്ല മനോഹരിയായിരുന്നു. നല്ല മൊഞ്ചുള്ള ഒരു മൊഞ്ചത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഹനു എന്ന് വിളിച്ചോട്ടെ? ഹനു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹനു മൈ ഡിയർ ഹനു. സൂപ്പർ. ശരത് സർ ബൗൾ എടുത്ത് പറയുകയാണെങ്കിൽ ഹന നന്നായിരുന്നു. കുറച്ച് അവിടെ ഇവിടെ അറ്റകുറ്റപ്പണി നടത്തേണ്ട സംഭവങ്ങളുണ്ട്. പിന്നെ ഇപ്പോ കൈവിട്ട് പോയത് പാടി കേൾപ്പിച്ചു. പിന്നെ ലാസ്റ്റ് ആലാപങ്ങ് എത്തിയല്ലോ, നമുക്കൊന്ന് എത്തിച്ചാലോ? പഞ്ചമവും ഷഡ്ജവും കുറച്ച് ഫ്ലാറ്റ് ആയിപ്പോയി, അത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ സഹിച്ചു. കാര്യം നല്ലൊരു പാട്ടുകാരിയാണ്, അതിലൊരു ഡൗട്ടും ഇല്ല. കാര്യം നീ ഇങ്ങനെ സംസാരിക്കുന്നതന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. ഇതിങ്ങനെ നമ്മളെയൊക്കെ അന്തം പിടിപ്പിക്കുന്ന ഡയലോഗുകളാണ് മുടി ഇങ്ങോട്ട് അടിച്ചു തരുന്നത്. അണ്ണം വരെ ഞെട്ടിപ്പോയി. അത്രേ ഉള്ളടാ. ഓൾ ദി ബെസ്റ്റ്. ചേച്ചി ഹനപ്പെണ്ണേ, ഡീറ്റെയിൽസ് വല്ലതും പറഞ്ഞോ? ഈ പാട്ടിന്റെ ഡീറ്റെയിൽസ് അത് പറ. പുലിവാൽ കല്യാണം എന്ന് പറയുന്ന മൂവിയിലെയാണ്. ഇത് എഴുതിയത് കൈതപ്രം സാറാണ്. മ്യൂസിക് ചെയ്തത് ബർണി ഇഗ്നീഷ്യസ് സാറാണ്. പാടിയത് ജോൾസ്റ്റ മാമും പിന്നെ വിധു പ്രതാപ് സാറുമാണ്. ഗുഡ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയാണ് ഇത്. ഹന കൊണ്ടുവന്നപ്പോ ഞാൻ വിചാരിച്ചു 2 പേര് പാടുന്ന പാട്ടല്ലേ അല്ലേ? അത് ഇത് കഷ്ടമാണ് ഇങ്ങനെ നിന്ന് പാടാൻ. അസലായി പാടി. എന്തായാലും ഒരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ മോൾക്ക് അറിയാം എവിടെയൊക്കെയാണ് പ്രശ്നം വരുന്നത്, എന്തൊക്കെ കറക്റ്റ് ചെയ്യണം. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ അല്ലേ? അപ്പൊ അതൊക്കെ ഇനി ഒന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ലെവലിലേക്ക് എത്താം. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ചേച്ചി. ഷാനിക, ഹനയുടെ സിംഗിങ്ങിനെ കുറിച്ച് എടുത്തു പറയുകയാണെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ ഹന പാടി. ഇത് ഗുജറാത്തി പെണ്ണല്ല, അപ്പം ഗുജറാത്തി പിച്ചക്കാരനെന്ന് വിചാരിച്ചെന്ന് ഒന്നാണ്. ഒരു ബിസ്ക്കറ്റ് എടുത്ത് തിന്നിട്ട് പോടേ. ഹന, കാര്യങ്ങളൊക്കെ എല്ലാവരും കൃത്യമായിട്ട് പറഞ്ഞല്ലോ. മോൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ തവണ പാത്തോസിൽ സംഭവിച്ചതൊന്നും ഇത്തവണ സംഭവിച്ചിട്ടില്ല. അത് വലിയൊരു ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരുവിധം ഒരുപാട് ഭാഗങ്ങളിലൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അന പാടിയിട്ടുണ്ട്. അന അത് പാടുന്നതും
പാടുന്നതിനേക്കാളും കൂടുതൽ ഹന സംസാരിക്കുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ് ഹന. എന്തും ആയിക്കോട്ടെ, ഇപ്പൊ അച്ചടി ഭാഷ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ആ അച്ചടി ഭാഷ കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഭയങ്കര സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് കൃത്യമായിട്ടാണ് ഹന കാര്യങ്ങൾ പറയുന്നത്. അത് ഡെഫിനറ്റ്ലി അത് കേട്ടിരിക്കാൻ ഭയങ്കര രസമാണ്. മോള് നന്നായിട്ട് തന്നെ പാടിയുണ്ട്, കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ മോളെ, നന്നായിട്ട് തന്നെ പാടി, നല്ല എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെക്കാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചേച്ചി 8.5. താങ്ക് യു ചേച്ചി. ശരത് സർ? ഹന ഓൺലി 8.5 മാർക്സ്. ഷാനിക? ഓക്കെ. എംജി സർ? ഇവർ രണ്ടുപേരും 8.5 എനിക്ക് ഒന്നുകൂടെ കൂടുതൽ തരാനൊരു ആഗ്രഹം. ഒന്നോട്ടെ, പ്രശ്നമുണ്ടോ? എനിക്ക് കുഴപ്പമില്ല. ഇല്ല, 8.6. Okay, so total 25.6. Good. Okay, bye. Okay.